ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത്. മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റെ അത് അഡ്രസ്സ് ചെയ്യണത്. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയം ആയിട്ടില്ല. അപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത്. എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കണതിന്? നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വെയിറ്റിംഗ് ഷെഡല്ല, വാതിലില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെഡല്ല. അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട്. ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്നാൽ ഈ 2000 കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ, അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാ അച്ഛന്മാരും പറയണതാണ് അല്ലേ? എല്ലാവരും നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞുനാളെ മുതൽ കേൾക്കണതാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞേ വെള്ളം കോരി ഒഴിച്ചെന്ന് പറയും. അവിടെ നമ്മളത് ക്ലോസ് ചെയ്യും. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ്, രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന്. അപ്പോൾ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല, ഈശോ പറയണവർ ജീവിക്കാനാണ് പറഞ്ഞത്. ഈശോ പറയണവർ ജീവിക്കാൻ. അതാണ് ടൈം ഷോട്ട് ചെയ്യണത്. സമയമായില്ല എന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? എന്താ പറയണത്? ഉടമ്പടി പറയുന്നത് നിങ്ങളോർക്കും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിടണേ, അങ്ങനെ എന്താ പരിപാടിയാണ്? അതല്ല, ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവതിരുസന്നിധി പറയണത്. എന്താ പറയണത്? ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാമെന്ന്. ഇപ്പം ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവദർശനം ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്തും ഉടമ്പടി നിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് അപ്പം ഒരു വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ, വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്, വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി, പിന്നെ നോ ടൈം, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ്. അതിപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മാതാവിൻ്റെ ദർശനം പ്രദക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക്, വിശ്വാസത്തിൻ്റെ വിളക്ക്, പ്രത്യാശയുടെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കും. കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസ്നേഹം കത്തിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും. ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കൈയും കാലം കഴുകി എഴുന്നേക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല ഉടമ്പടി, അത് ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉടമ്പടി പ്രഖ്യാപനം മുതൽ ഉടമ്പടി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എല്ലാവരും എബ്രായർ 9-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകം. അതെ.
മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും മന്ന വെച്ച സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും അഹ്റോന്റെ തളിർത്ത വടി ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അഹ്റോന്റെ തളിർത്ത വടി എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പൗരോഹിത്യത്തിനെ മോസസിന്റെ വൈഫ് ചോദ്യം ചെയ്ത്, അതാണ് പ്രശ്നം. ടേക്ക് ദാറ്റ് പാസേജ്. എന്താ അഹ്റോന്റെ കഴിവുകൾ തനിക്ക് ഉണ്ട്. ദൈവം അഹ്റോനോട് മാത്രമല്ല തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ ഒരു മേൽഗതി കിട്ടാൻ വേണ്ടി മോസസിൻ്റെ വൈഫ് പാളയത്തിൽ പടയുണ്ടാക്കി. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനായി. ഇപ്പം മോസസ് പറഞ്ഞു, ഓക്കെ, നിനക്ക് കൺകറൻസ് ഉണ്ടോ ഇല്ലയോ, അഹ്റോനുള്ളതുപോലെ കൺകറൻസ് മോസസിൻ്റെ വൈഫിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നമുക്കൊരു പരീക്ഷണം നടത്താം, കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ഓരോ വടി വെട്ടി ഉണക്ക വടി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ നമുക്ക് കൂടാരം അടക്കണം. രാവിലെ കൂടാരം തുറക്കുമ്പോൾ ആര് വെച്ച വടിയാണ് തളർത്തതെങ്കിൽ അവനാണ് കർത്താവിൻ്റെ അംഗീകാരമെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അപ്പോൾ ഒരു ദൈവികമായ നടപടിക്രമമാണത്. ജീവിതം കരിഞ്ഞുണങ്ങിപ്പോയ സംഭവമായിരിക്കാം. പക്ഷെ ദൈവം വന്ന് തൊടുമ്പോൾ ഇത് തളർത്ത് വരും. ആ ഒരു കോൺസെപ്റ്റിലാണ് നാം പച്ച മെഴുകുതിരി കത്തിക്കണത്. ബദാം ഉണങ്ങിയ പടി ദൈവം തൊട്ട് ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ജോലി ഇഷ്ടാതെ നീണ്ടു പോയി, കല്യാണം ഒത്താതെ നീണ്ടു പോയി, മക്കളില്ലാതെ നീണ്ടു പോയി, അങ്ങനെ കരിഞ്ഞുപോയി, സ്വപ്നങ്ങൾ കരിഞ്ഞുപോയി. അതിനെ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ഈ ജീവിതത്തെ അങ്ങ് തൊടും. അപ്പോൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് 22 കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവരൊക്കെ എങ്ങനെ മക്കളെയും കൊണ്ട് വരുന്നത് ഉടമ്പടി കഴിയുമ്പോൾ? ഈ മക്കൾ എവിടെയായിരുന്നു? 22. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് കർത്താവിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലേക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഞാൻ 92 തുടങ്ങിയതാണ്. അന്ന് മുതൽ ധ്യാനമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ ധ്യാനം തുടങ്ങിയത് 2000-ലാണ്. 2000 തൊട്ട് 2016 വരെ ഉടമ്പടി വരണം 2016-ലാണ്, 15-ല്. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ ധ്യാനം നടക്കൊണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമായിരുന്നു. അത് 6 കൊല്ലം 7 കൊല്ലമേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോഴാണ് 24 കൊല്ലം 22 കൊല്ലം 23 കൊല്ലം ഭയങ്കര 3 ഇരട്ടി വ്യത്യാസം വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഇടപെടലിന് 3 ഇരട്ടി വ്യത്യാസമാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. പഴയ കാല ശുശ്രൂഷകളും പുതിയ കാല ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് വല്ലാത്ത അപ്ഡേഷൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ദൈവസ്നേഹത്തോടെ, ദൈവപ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ അവൻ പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് ടൈം ഷോട്ട് ചെയ്യും. ടൈം ഷോട്ട് മാത്രമല്ല, ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്. വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. നമ്മുടെ കഴിവല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രസൻസ് ഫീൽ ചെയ്യും. ഉടമ്പടിയുടെ മറ്റെല്ലാ ഈ മേഖലകളെല്ലാം നമുക്ക് പ്രാർത്ഥനകളുടെ പൊതു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഉടമ്പടിയുടെ തനത് യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസാണ്. ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോട് നന്ദി. എൻ്റെ പേര് ശാന്തി ജോർജ്. ഞാൻ വരുന്ന ഇടക്കോച്ചിയിൽ നിന്നാണ്. എനിക്ക്
ഉടമ്പടിക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവം പറയാനുണ്ട്. അതായത് 2014 ആ വർഷത്തിൽ എൻ്റെ അമ്മ സെയിൻറ്റ് മേരീസ് എടക്കൊച്ചി പള്ളിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായത് എൻ്റെ പഠനം BEd ഇടയിൽ വെച്ച് ഒന്ന് സ്റ്റോപ്പായി പോയായിരുന്നു. വിസ്ഡം ടൂത്തിൻ്റെയും ഇയർ ബാലൻസിൻ്റെയും പ്രോബ്ലം വന്നിട്ടാണ് അത് സ്റ്റോപ്പായത്. അപ്പോൾ മമ്മി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ യൂണിഫോം സാരി, അതായത് BEdൻ്റെ യൂണിഫോം സാരി ഇട്ടുകൊണ്ട് പോയിട്ടാണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഓരോ വിഷൻ കിട്ടി കാര്യങ്ങൾ പറയുമല്ലോ. അങ്ങനെ വിഷൻ കിട്ടി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യം പറഞ്ഞു. പേരല്ല, ഒരു അമ്മയുടെ കരച്ചിൽ മാതാവ് കേട്ടിരിക്കുന്നു. മകളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മമ്മിനെ, 2 ദിവസം ആയില്ല, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മമ്മിനെ വിളിച്ച് പറഞ്ഞ്, മമ്മി എനിക്ക് BEd റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് MSc ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. MScയുടെ ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്തു. ഞാൻ MEd എടുത്തു. കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തു. കാറ്റഗറി 2ഉം കാറ്റഗറി 3യും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MSc കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം അതൊരു മേഴ്സി ചാൻസായി മാറി. കുറേ വർഷങ്ങൾ അവർ എക്സാം നടത്താതെ മേഴ്സി ചാൻസായിട്ട് മാറി. അതായത് എൻ്റെ BEdൻ്റെ എക്സാമിൻ്റെ ഇടയിലായിരുന്നു, കമ്മീഷൻ്റെ ഇടയിലായിരുന്നു MScയുടെ എക്സാം വന്നത്. അപ്പോൾ അതൊരു ഇടയ്ക്ക് വന്നതുകൊണ്ടിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ അവർ ചാൻസ് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരികയും, ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്, ടഫാണ്, ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് പക്ഷേ 10 ദിവസത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് എനിക്ക് പഠിച്ച് എഴുതാൻ പറ്റി. അതിൽ നല്ലൊരു ശതമാനം വിജയം നേടാനും പറ്റി. അതുപോലെ MEDനൊക്കെ ആണെങ്കിലും ഡിസ്റ്റിങ്ഷൻ നേടാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഉടമ്പടി, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 21 ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ജോലിയിൽ കയറി. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലിയിൽ കയറി. എനിക്ക് അവിടെ വെച്ച് വയ്യാണ്ട് വരികയും ഞാൻ പാരസിറ്റമോളും, എനിക്കിത് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാരസിറ്റമോളും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും കഴിച്ചപ്പോൾ എൻ്റെ നാവ് കുഴഞ്ഞു പോയി. നാവ് സംസാരിക്കുമ്പോഴത്തേക്കും കുഴച്ചിലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ തൈലം പൂശി, പിന്നെ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളം, കുപ്പിയിൽ കൊണ്ടുപോയ വെള്ളം കുടിച്ചും ഒരു തെറാപ്പിയോ ഒന്നും ചെയ്യാതെ തന്നെ 3 ദിവസം കൊണ്ട് എൻ്റെ സംസാരം തെളിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ജോലിക്ക് അന്നേരം ഈ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് എനിക്ക് തടസ്സം വന്നു. തിരിച്ച് അതേ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. എയ്ഡഡ് സ്കൂളിൽ വീണ്ടും ഞാൻ പ്രവേശിച്ചു. എന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ലായിരുന്നു കിട്ടിയിരുന്നത്, ആദ്യം മാത്സ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച് അന്ന് മാതാവിനോട് ചോദിച്ചൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സയൻസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ വർഷം, ഈ അക്കാഡമിക് ഇയറിൽ എനിക്ക് സയൻസ് തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രൊമോഷൻ വേക്കൻസി ആയിരുന്നു എൻ്റേത്. ഒരു ടീച്ചർ പ്രൊമോട്ടഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ പ്രൊമോഷൻ്റെ പേപ്പേഴ്സ് പാസ്സായതിന് ശേഷം മാത്രമേ നമ്മളുടെ പേപ്പേഴ്സ് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വതവേ ഒരു 3-4 വർഷമൊക്കെ പിടിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പേ പ്രൊമോട്ടഡ് ആയിപ്പോയ മിസ്സിൻ്റെ
പേപ്പർ വേഗം തന്നെ പാസ്സാകുകയും 1 വർഷം കൊണ്ട് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ സാങ്ഷൻ ആവുകയും ചെയ്തു. അതിന് മാതാവിന് കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. പറഞ്ഞാൽ തീരാത്തത്രയും സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മാറ്റി എനിക്ക് ധൈര്യം, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തേക്ക് തന്നെ, നമ്മൾ ആരെയും സഹായിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് തന്നെ സഹായം ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു 10 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ച് അമ്മച്ചിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃപാസനം പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡുകളിലും പിന്നെ ഞങ്ങൾ നടക്കുന്ന വഴിക്കൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കണമേ, ഇത് വായിക്കണമേ, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ഥലത്തും വെച്ചിട്ട് പോവുകയോ വെറുതെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന് വായിക്കണേ എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു ചേട്ടൻ വരും, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള. ആ ചേട്ടൻ എപ്പോഴും ഞങ്ങൾ സഹായം ചെയ്യും, മരുന്ന് വാങ്ങിക്കാനുള്ള സഹായം ചെയ്യാറുണ്ട്. പിന്നെ എനിക്കുണ്ടായ ആത്മീയ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടുതലും ധൈര്യം ലഭിക്കാറുണ്ട്. ഞാൻ തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ ഞാൻ ബൈബിൾ വചനങ്ങൾ കൊട്ടേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അമ്മ മാതാവിനെ കൂടുതൽ അനുഭവിച്ചറിയാനും സാധിക്കുന്നു. ഞാനിങ്ങോട്ട് 2ാമത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. ഇവിടെ ഒരിടത്തും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ഈശോയുടെ ക്രൂശിത രൂപത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവം കിട്ടിയായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈശോനെ കണ്ടിട്ടുണ്ട്. അത് ഉടമ്പടിയൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 തവണയാണ് ഈശോയെ എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. എൻ്റെ പേര് ജിബി ജോർജ്. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് 11, 2023 എൻ്റെ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് എക്സാമിന് മുന്നായിട്ട് വന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഫസ്റ്റ് ഇയർ എക്സാമിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു റിസൾട്ട് അല്ലായിരുന്നു. അന്നേരം അതിന് മുന്നായിട്ട് അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ബാക്കി ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് സെക്കൻഡ് ഇയർ എക്സാമിന് മുന്നായിട്ട് വന്നാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ്. എൻ്റെ 4th ഇയർ എക്സാമിന് അമ്മ മാതാവ് നൽകിയ വലിയ വിജയത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ ഇയറിലും ഞാൻ ഹോൾ സിലബസ് ഒരു വട്ടം നോക്കി റിവൈസ് ചെയ്തിട്ടൊക്കെയായിരുന്നു പോകുന്നത്. 4th ഇയറിൽ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ പോയപ്പം അറൗണ്ട് 10 days മാത്രമേ ഇനി എക്സാമിനുള്ളായിരുന്നു. അപ്പം മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു, സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ മാതാവ് ഇടപെട്ടാലേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വചനം എഴുതിയിട്ടായിരുന്നു പഠിക്കുന്നത്. അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടും വചനം എഴുതുമായിരുന്നു. ഇപ്പോഴും ഞാൻ വചനം ഡെയിലി എഴുതും. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എക്സാമൊക്കെ നന്നായിട്ട് എഴുതി. ഞാൻ ഓരോ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നാവിൽ കുരിശടയാളത്തിൽ വരച്ച് അത് കഴിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളത്തിൽ വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്.
എല്ലാ എക്സാമിനും മുന്നായിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ തന്ന കാശുരൂപവും ധരിച്ചുകൊണ്ടാണ് എക്സാമിന് പോയത്. അതുപോലെ ഹോൾ ടിക്കറ്റ് കിട്ടിയ സമയം മുതൽ ഞാൻ എൻ്റെ ഉടമ്പടി പത്രികയോട് ചേർത്ത് വെച്ച് തിരി കത്തിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഇത് കണ്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കയ്യിൽ കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് എൻ്റെ ഉടമ്പടി പത്രികയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റിയത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ എക്സാമിന് മുന്നേ ഒരു ദിവസമേ ഉള്ളായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം അന്ന് പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരുമായിരുന്നു, പഠിക്കാനിരുന്നിട്ട് പറ്റുന്നില്ല. അപ്പം ഉറങ്ങുക. അപ്പം ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ. പക്ഷേ എനിക്ക് ഇരുന്നിട്ട് വീണ്ടും ഞാൻ ഉറങ്ങി പോവുകയാണ്. അപ്പം ആകെ ആ ഒരു രാത്രി മാത്രമേ ഉള്ളൂ ഇനിയും പഠിക്കാൻ. അന്നേരം മാതാവിനോട് ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പഠിച്ചു. അന്നേരം ഇങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തന്നു. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു. അന്നേരം മാതാവ് അങ്ങനെ എൻ്റെ കാണിച്ചു തന്നില്ലായിരുന്നു, ഞാനത് ഉറപ്പായിട്ടും നോക്കാതെ പോത്തുള്ളായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എക്സാമിന് ഹോളിലിരുന്നപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നു. അത് കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഓർമ്മയിൽ എനിക്കത് നന്നായിട്ട് എഴുതാൻ പറ്റി. അങ്ങനെ മാതാവ് കാണിച്ചു തന്നതാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് ഞാൻ ഉടമ്പടി തൈലം രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്തിട്ട് ഉടമ്പടി തൈലം സ്ക്രീനിൽ ഇങ്ങനെ കുരിശ് വരച്ച് ആണ് എൻ്റെ റിസൾട്ട് നോക്കിയത്. റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് ക്ലാസ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സ് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം സഹായിക്കും. എൻ്റെ അടുത്ത് ആര് ചോദിച്ചായിരുന്നോ അവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ക്ലാസ്സിനൊക്കെ പോകുമ്പം ബസ്സിലൊക്കെ സഹായം ചോദിച്ചു വരുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ടൈമിൽ പാലിയേറ്റീവ് വാർഡിൽ പോസ്റ്റിംഗ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരെയും മനസ്സോടെ സഹായിക്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സഹായിച്ചു ഉടമ്പടി എടുത്തത് വഴി. എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി കാണും, അത് സ്റ്റാറ്റസ് ഇടും. എക്സാം പോകുന്നതിന് മുന്നേ ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടിട്ടായിരുന്നു പോകുന്നത്. അപ്പം അതിലന്ന് അച്ഛൻ പറയുന്ന മെസ്സേജ് എന്നോട് പറയുന്ന പോലെയായിരുന്നു എല്ലാ ദിവസത്തെയും. അതുപോലെ വചനം എടുക്കുമ്പോഴും എക്സാമിന് പോകുന്നതിന് മുന്നേ വചനം എടുത്തിട്ടായിരുന്നു പോകുന്നത്. അതും ഈശോ എന്നോട് സംസാരിക്കുന്ന പോലത്തെ വചനങ്ങളായിരുന്നു ലഭിക്കുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇപ്പം ഞാൻ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എന്നെ അടുത്ത സാക്ഷ്യം പറയാൻ മാതാവ് ഇടയാക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്തുതി, നന്ദി, സ്തോത്രം. ആദ്യമേ തന്നെ ഇത്രയും നേരം വൈകി സാക്ഷ്യം പറയുന്നതിൽ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ആദ്യമേ തന്നെ മാപ്പ് ചോദിക്കുന്നു. ഞാൻ 2023 മെയ് 5-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2023 ഏപ്രിൽ കഠിന വയറുവേദനയും ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, PR ബ്ലീഡിങ്, ഇതെല്ലാം മൂലം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സ്കാനിലൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് സ്കാൻ ചെയ്തായിരുന്നു. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ കുടലിനുള്ളിലേക്ക് കുടൽ കയറിപ്പോകുന്നൊരവസ്ഥയാണെന്ന് പറഞ്ഞത്. മരുന്ന് കൊണ്ട് മാറില്ല, അത്രയും ഭാഗം മുറിച്ച് കളയണമെന്നാണ് എന്നോട് പറഞ്ഞത്. പെട്ടെന്ന് അത് നടക്കാത്ത കാരണം കൊണ്ട് തൽക്കാല ആശ്വാസത്തിന് മരുന്ന് നൽകി എന്നെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് 2 തവണ വേദന വന്നു. രണ്ടാമത്തെ തവണ വേദന വന്നപ്പോൾ
എൻ്റെ അമ്മ വന്ന് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് പറ, നിനക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം തന്നെ പറഞ്ഞു, ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ വേദന മാറി. ഇപ്പം 2 വർഷമായി എനിക്ക് പിന്നീട് ആ വേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 8 വർഷമായിട്ട് എനിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗമുണ്ട്. ഇതിങ്ങനെ 6 മാസം 8 മാസം കൂടുമ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാവും. ഇത് മൂർജിക്കുമ്പോൾ എനിക്ക് കണ്ണിൽ ചുവപ്പ് വേദന, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും സ്റ്റിറോയിഡാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറ്. അത് കുറച്ച് ദിവസം എടുക്കും. സ്റ്റിറോയിഡിൻ്റെ കോഴ്സ് കഴിയുമ്പോൾ അതൊന്ന് കുറയും. പിന്നെയും ഒരു 6 months 8 months കഴിയുമ്പോൾ ഇതന്നെ റിപ്പീറ്റേഷൻ ആയിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കലിൽ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് 1.5 വർഷമായിട്ട് എനിക്ക് ആ അവസ്ഥ പിന്നീട് വന്നിട്ടില്ല. അതിൽ 2023 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനെ തുടർന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. പിന്നീട് 1.5 വർഷത്തേക്ക് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ഒരു ജോലി ലഭിച്ചു. ഇപ്പോൾ ജോലിയിലാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും ചെറുതും വലുതുമായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും രോഗസൗഖ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃപാസന പത്രം മേടിച്ച് പൊതുമേഖലയ്ക്ക്, അതായത് തൃശ്ശൂർ മാർക്കറ്റ്, നിയറസ്റ്റ് എനിക്ക് തൃശ്ശൂർ മാർക്കറ്റാണ്. അപ്പോൾ തൃശ്ശൂർ മാർക്കറ്റ്, അതുപോലെ കടകളിൽ വീടുകളിൽ കയറി ഇറങ്ങി പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വിതരണം ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് പൊതിച്ചോറ് റെഡിയാക്കി വണ്ടിയിൽ വെച്ച് കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ നിയർ ബൈ ഞങ്ങൾക്കൊരു അമ്മമാർ മാത്രമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, അവരോടൊപ്പം ഭക്ഷണം കഴിക്കും. അതുപോലെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം പോയി ആഘോഷിക്കാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലും വന്ന് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചു വരാണെങ്കിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ആത്മീയമായി മാറിയെന്ന് വെച്ചാൽ ഉടമ്പടി